ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കുമെന്നല്ല, നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങൾ ചിട്ടപ്പെടുത്തുന്ന രൂപത്തിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തു ഒരു ഭർത്താവ് മാളിക മുകളിലാണ് താമസിക്കുന്നത്. അടിയിൽ തന്റെ ഭാര്യയുണ്ട്, ഭർത്താവും ഭാര്യയും മുകളിലാണ് താമസിക്കുന്നത്. അടിയിലെ സഹോദരിയുടെ വാപ്പരു സുഖമില്ലാതെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഇവൻ അതാ വീട് വിട്ടു പോകുമ്പോ എങ്ങോട്ടോ യാത്ര പോയപ്പം ഭർത്താവ് പറഞ്ഞു, ഞാൻ വരുന്നത് വരെ ഈ മാളിക മുകളിൽ നിന്ന് താഴെ ഇറങ്ങാൻ പാടില്ല. എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തു കൊടുത്തിട്ട് അവൻ പോകുന്നു. പോയി എന്നല്ല, പോയി കഴിഞ്ഞപ്പോഴേക്ക് വാപ്പയുടെ രോഗം മൂർച്ഛിച്ചു. എങ്ങനെ ഇറങ്ങും? തന്റെ ഭർത്താവ് താഴോട്ടിറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം വാപ്പയുടെ രോഗമാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളാ സമയത്ത് ചിന്തിക്കോ, എന്റെ വാപ്പ രോഗിയായി കിടക്കുമ്പം എന്റെ ഭർത്താവ് അനുവദിച്ചിട്ടില്ലെന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകോ? ആ പെണ്ണ് റസൂലുള്ളാന്റെ അടുത്തേക്ക് ആളെ വിട്ടു. നബിയേ, എന്റെ ഭർത്താവ് പോകുമ്പം ഞാൻ വരാതെ താഴോട്ട് പോലും ഇറങ്ങരുതെന്ന് പറഞ്ഞു. എന്റെ വാപ്പ രോഗിയാണ്, ഞാൻ താഴോട്ടിറങ്ങട്ടെ നബിയേ, വാപ്പാനെ പരിചരിക്കാൻ. റസൂലുള്ള പറഞ്ഞു, ഇറങ്ങാൻ പാടില്ല പെണ്ണേ. അങ്ങനെ അവൾ മുകളിൽ തന്നെ കഴിഞ്ഞു. അതാ ഉടനെ തന്നെ കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് ബാപ്പ മരിച്ചു. വിവരം റസൂലുള്ളാന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു, ഉപ്പ മരിച്ചു നബിയെ, ഇനിയെങ്കിലും താഴോട്ടിറങ്ങാൻ പറ്റോ? നബി ചോദിച്ചു, ഭർത്താവിന്റെ വിലക്ക് കർശനമായിരുന്നോ? കുറച്ച് ഗൗരവത്തിലാണോ ഭർത്താവ് വിലങ്ങിയത്? അതേ ഗൗരവത്തിലാണ്, ഒരു നിലക്കും ഇറങ്ങിപ്പോകരുതെന്നാണ്. എന്നാലും മോളെ, നിന്റെ വാപ്പ മരിച്ചാലും ശരി, നീ താഴോട്ടിറങ്ങരുത്. പെണ്ണിറങ്ങിയില്ല. സ്വന്തം വീട്ടിന്റെ താഴെ തനിക്കു ജന്മം നൽകിയ ഉപ്പയുടെ മയ്യത്ത് സംസ്കരിക്കുന്നു. പെണ്ണ് മുകളിൽ ഭർത്താവിനെ അനുസരിച്ച് കഴിഞ്ഞുകൂടുകയാണ്. എന്റെ ഉമ്മമാർക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലേ? നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അല്ലേ? സഹോദരിമാരെ, ചിന്തിച്ചോ. അങ്ങനെയാണ് ഈ മയ്യത്തെടുത്ത്, ജനാദയെടുത്ത് മറവ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞ് ഹബീബ് ഈ മയ്യത്തിനെ സ്വപ്നം കാണുന്നു. ആ മയ്യത്ത് സുഖലോക സ്വർഗത്തിലാണ്. നബി തങ്ങൾ ചോദിച്ചു, എന്താണ് ഈ മയ്യത്ത് സ്വർഗത്തിൽ കടക്കാനുള്ള കാരണം? ഹബീബിനോട് പറഞ്ഞത്രേ, ആ മയ്യത്തിന്റെ ഒരു മകള് ഭർത്താവിനനുസരിച്ചുകൊണ്ട് മരിച്ചിട്ട് പോലും ആ മയ്യത്തിന്റെ മുഖം കാണാൻ വന്നില്ല. ആ മകള് തന്റെ ഭർത്താവിനെ അനുസരിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഈ വാപ്പാക്ക് അല്ലാഹു സ്വർഗം നൽകിയതാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.